പ്ലീസ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ട്. അതേപോലെ ഒരു ഡിസിഷൻ്റെ ഒരു പരിമിത ഫലമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു ചെറിയ അക്വേറിയം സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ വിചാരിച്ചു അത് ഒരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് പ്ലാൻസ് വെച്ചിട്ട് ഒരു ലൈവ് അക്വേറിയമാണ് സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ. അപ്പോൾ അത് ശരിയാവുമോ ഫ്ലോപ്പ് ആവുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു പരീക്ഷണത്തിന് മുതിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡേ ഇത് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിച്ചൊരു ഗ്ലാസിൻ്റെ ടാങ്കാണ്. അതിൻ്റെ ലൈവ് പ്ലാന്റ്സ് ആയതുകൊണ്ട് എക്സ്ട്രാ ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫിൽറ്ററൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് രണ്ട് ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇത് സ്പ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വളരും എന്നാണ് അവിടെ വാങ്ങിച്ച ഷോപ്പിലാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഒരു ഫോറസ്റ്റ് വൈബ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫോറസ്റ്റിൽ മരം വേണ്ടി അങ്ങനെ ഇങ്ങനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഒരു സ്റ്റോൺ. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇത് അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചു. പിന്നെ ഫെർട്ടിലൈസർ. ഇത് ഫസ്റ്റ് ലെയർ ഇട്ടിട്ട് വേണം നമ്മൾ സോയിൽ ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ ഫെർട്ടിലൈസർ. പിന്നെ ഇതാണ് നമ്മുടെ സോയിൽ മിക്സ്. പിന്നെ അത് കവർ ചെയ്യാനുള്ള ക്ലിംഗ് ഫിലിം, എല്ലാം സ്പ്രേ ചെയ്യാനുള്ള സ്പ്രേയർ. ഇത്രയാണ് നമുക്ക് ഈ ഒരു സംരംഭത്തിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ തുടങ്ങാല്ലേ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെയുള്ള ഇതിനെപ്പറ്റി അത്യാവശ്യം അറിയാവുന്ന ഒരു ആൾ പറഞ്ഞ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ടാങ്ക് നന്നായിട്ട് കണ്ടോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വുഡും സ്റ്റോണും എല്ലാം വൃത്തിയാക്കി എടുക്കണം. ഇതിൽ ചെറിയ ചെറിയ പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടാങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പൊടിയും കൂടിയൊക്കെ ഞാൻ വൃത്തിയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല ശുദ്ധമായ ജലത്തിൽ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ആ വുഡിലുണ്ടായിരുന്ന പൊടിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അക്വേറിയത്തിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഷ് ചെയ്യണം. ഇനി ഇത് ഒരു സ്റ്റോൺ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മീനൊക്കെ പോകാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. അത് വാഷ് ചെയ്യാം. നമ്മുടെ വുഡും സ്റ്റോണും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കിത് ഒട്ടിച്ച് വെക്കാന്നുള്ളതാണ്. ഇത് വുഡ് നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതങ്ങ് നോർമലി സാധാരണ വുഡ് പോലെ പൊന്തി വരും കുറച്ച് നേരം കഴിയുമ്പോൾ. കാണിച്ചു തരാം. അപ്പോൾ അക്വേറിയത്തിൽ നമ്മൾ ഇതെല്ലാം വലിയ കാര്യത്തിൽ സാധനമൊക്കെ വെച്ച് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ വുഡ് മുകളിൽ പൊന്തി കിടന്ന് വൃത്തിയല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് നാൾ വെള്ളത്തിൽ കിടന്നാലേ അതൊന്ന് താഴ്ന്ന് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സ്റ്റോൺ വെച്ചിട്ട് കെട്ടി വെക്കാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ വെച്ചിട്ട് കെട്ടി വെക്കുമ്പോൾ നമ്മളൊരു ഗ്ലൂ കൂടി ആഡ് ചെയ്യും. ഇത് എലഫൻറ്റ് സൂപ്പർ ഗ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മുന്നൊരു അക്വേറിയത്തിൽ പോയപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനമാണ്. ഇത് ഫ്രിഡ്ജിലാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. നമ്മളിവിടെ ഗ്ലൂ വെച്ചിട്ട് നോർമലി ഒട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കില്ല, വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് അത് ഒട്ടിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം പരീക്ഷിച്ചിട്ട് ഒട്ടിച്ച് വെക്കുകയാണ്. പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇത് ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ടുണ്ട് ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റോണും ഇതും ഏത് ഷേപ്പിൽ വെക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പാറ്റേണിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റോണും ഇതും അത്യാവശ്യം ഒരുമിച്ച് ഇരിക്കുന്ന രീതിയിലാണെങ്കിൽ ഇതെന്തോ നമുക്ക് കറക്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കുന്ന പോലെയാണെങ്കിൽ നമുക്ക് ഗ്ലൂ ചെയ്ത് വെക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്.
അപ്പോൾ ഞാൻ തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണ്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ സ്കിന്നിലൊന്നും ഗ്ലൂ ആവാണ്ട് നോക്കണം. കുറച്ചറിയാൻ വെള്ളത്തിൽ അപ്പോൾ ഇത് നൂലൊക്കെ കെട്ടി അത്യാവശ്യം ഒപ്പിച്ച് വയ്ക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് ത്രെഡിൻ്റെ ഇരിക്കുന്നതൊക്കെ നമ്മൾ മോസൊക്കെ വെച്ച് ഫുൾ കവർ ആകുമ്പോൾ അത് കട്ട് ചെയ്ത് കളയാൻ ഇല്ല, ഇതൊന്നും കാണില്ല. ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ് അപ്പ് സ്റ്റേജിലുള്ള ഈ വൃത്തിയോടൊക്കെ പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുൾ പരീക്ഷണമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും വരെ അറിയില്ല. ഇന്നലെ വലിയ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. നമുക്ക് എല്ലാ ചെടിയും വളരുന്നതിന് ഒരു ഫെർട്ടിലൈസർ, സോയിൽ മീഡിയം ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫെർട്ടിലൈസർ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് നമ്മൾ ഏറ്റവും അടിയിലത്തെ ലെയർ ഇടാന്നുള്ളതാണ്. ഒരു അത്യാവശ്യം ഈവൺ ആയിട്ടുള്ള ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന 3 ലിറ്ററിൻ്റെ ക്വാണ്ടിറ്റി അത്രയ്ക്കുമുള്ള സോയിലാണ്. ഈ ടാങ്കിന് അത്രയുമാണ് ആവശ്യം എന്നാണ് അവിടെ പറയുന്നത്. അടിയിൽ ഫെർട്ടിലൈസർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ലെയർ സോയിലുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ലൈവ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ടിന്നിലാണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഇതിൽ നടാം. എന്നിട്ട് സ്പ്രേ ചെയ്ത് ഫുൾ ക്ലോസ് ചെയ്ത് ഒരു 24 hours ഒക്കെ എടുക്കുമ്പോഴേക്കും റൂട്ടൊക്കെ വന്നു തുടങ്ങും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇത് ക്രിപ്റ്റോകോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം 2 മാസം കൊണ്ട് നല്ല ഹൈറ്റിൽ വലുതാവും എന്നാണ് പറഞ്ഞത്. ഇത് ഒരു ജെല്ലി പോലത്തെ ഒരു മീഡിയത്തിൻ്റെ ഉള്ളിലാണ് പ്ലാന്റ്. കണ്ടോ, ബാക്കിൽ നിറച്ചും വേരൊക്കെ കാണാം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ 3, 4, 5, 6 പ്ലാന്റ് ഇതിലുണ്ട്. അപ്പോൾ 2 മാസം ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം വലുപ്പം വയ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എന്നോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വേര് മുറിയാണ്ട് സൂക്ഷിച്ച് നമ്മളെടുത്ത് പ്ലാന്റ് ചെയ്യുക എന്നതാണ് ചടങ്ങ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊന്നിനും വേണ്ട ഒരു പ്രൊഫഷണൽ ടൂൾസും ഇല്ലാത്ത നമ്മുടെ സ്വന്തം കൈകൊണ്ടും മരക്കഷ്ണങ്ങൾ കൊണ്ടുമാണ് നമ്മൾ ഈ സാഹസത്തിന് മുതിരുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റ് ചെയ്ത് നോക്കാം.
ഇത് മോണ്ടെ കാർലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാസ് ലൈക്ക് ഇതാണ്. എനിക്കിവിടെ ഫ്രണ്ടിൽ മൊത്തം ഒരു ഗ്രീൻ ഗ്രാസിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വെച്ചാൽ മതി, പെട്ടെന്ന് വളരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ 10 കഷ്ണങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ കൂടി നിൽക്കണം, കാണുമ്പോൾ ഇച്ചിരി നല്ല രസമുണ്ട്. ആ ടിന്നിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴല്ലോ, പക്ഷെ പുറത്തേക്ക് എടുക്കും നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ മനസ്സിലുള്ളൊരു വിഷൻ എന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു ഫേണ് എന്തെങ്കിലും ഒരു ഇച്ചിരി ടോളായിട്ടുള്ളൊരു പ്ലാന്റ് വരണം. ഇത് ഫുൾ അങ്ങ് മോസ് കവർ ചെയ്തിട്ട് വരണം. അപ്പോൾ തൽക്കാലം ഫേണൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടിയും ആ പോട്ടിലായിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിൽ റൂട്ട് പിടിച്ച് വരണതുകൊണ്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് റൂട്ട് പിടിക്കാൻ ടൈമൊക്കെ കൊടുക്കണം എന്നുള്ളത് കൊണ്ടും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടൈം എടുത്ത് ക്ഷമയോടുകൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നത് മറ്റേ അക്രാമം പിടിച്ച് സാൻഡൊക്കെ ഇട്ട് പേബിൾസ് ഒക്കെ ഇട്ട് അത് വളരെ സിമ്പിളായിട്ടുള്ള അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു സമയം എടുത്തായി കഴിഞ്ഞാലും നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് ഇനി നമ്മൾ പ്ലാന്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പ്രെയർ വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്ലിം ഫിലിം വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ മോയ്സ്ചർ തങ്ങി നിൽക്കും, ചെടിയൊക്കെ നന്നായിട്ട് വളരും എന്നാണ്. ഇപ്പോൾ ഒരു 5:30 ആയി ഈവനിങ്. നാളെ ഒക്കെ ആകുമ്പോഴേക്കും 24 hours ആവും. പിന്നെ അതിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ലൈറ്റാണ്, ഇത് കണ്ടോ, നമ്മുടെ ഏത് ഹൈറ്റിനും ലെങ്ത്തിനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. ഈ ലൈറ്റും കൂടി ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഒരു 24 hours ഇത് ഓൺ ചെയ്ത് നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് പ്ലാന്റൊക്കെ പിടിച്ചിട്ട് വേണം നമുക്കിതിൽ ബാക്കിയുള്ള ചെടികൾ ആഡ് ചെയ്യണം, വെള്ളം ആഡ് ചെയ്ത് അത് പിന്നെ സെറ്റിലായതിന് വേണം നമുക്ക് ഫിഷസിന് ആഡ് ചെയ്യാൻ. അപ്പോൾ ഏത് ഫിഷിനെ ആഡ് ചെയ്യണം എന്നുള്ള സജഷൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ട് 2 അടുത്ത വീഡിയോയിൽ കാണാം. അത് ബൈ.